കേരളമെന്ന ഈ കൊച്ചു സംസ്ഥാനം മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഇടത് വലത് സർക്കാരുകൾ അവിടേക്ക് പൊടുന്നനെ കേരളത്തിന് പുറത്തുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൊടികുത്തി വാണിരുന്ന BJP കാലെടുത്ത് വയ്ക്കുന്നു. അതോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുണ്ടാകുന്നു. ക്രൈസ്തവ വോട്ടുകൾ ഭൂരിഭാഗവും പിടിച്ചു ചേർത്ത് വെച്ചിരുന്ന കോൺഗ്രസിന് ആ വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാകുന്നു. ഈഴവ SC സമുദായങ്ങളിലെ വോട്ട് ബാങ്കിൽ ഇടതുപക്ഷത്തിനും വിള്ളലുണ്ടാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ കളമൊരുക്കി BJP അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ BJPയും ഇടതുപക്ഷവും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് കോൺഗ്രസും BJPയും തമ്മിലാണ് അവിശുദ്ധ കൂട്ടുകെട്ടെന്ന ഇടതുപക്ഷവും പറഞ്ഞു വെക്കുമ്പോൾ പോലും കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അഥവാ CJP എന്ന മൂന്നക്ഷരങ്ങളോടുകൂടി ഇടതുപക്ഷത്തോടൊപ്പമാണ് BJP എന്ന് വരുത്തി തീർക്കുവാൻ കോൺഗ്രസിന് ഒരുവിധം സാധിച്ചിട്ടുണ്ട്. അതിന് ഇടതുപക്ഷവും ചില കളങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലംകൈയും ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിലെ മേധാവിയുമായ ADGP MR അജിത് കുമാർ RSSന്റെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയവും അതിനോടൊപ്പം ഇടതുപക്ഷത്തെ പ്രമുഖരായ നേതാക്കന്മാർ EP ജയരാജൻ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ പ്രകാശ് ജാവേദ്കർ അടക്കമുള്ള BJPയുടെ പ്രധാനികളായ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയതും നിർമ്മലാ സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തിയതുമെല്ലാം CJP എന്ന അവിശുദ്ധ ബന്ധം ആ മൂന്നക്ഷരത്തിൽ ഒതുങ്ങി നിൽക്കാതെ അതിനും പുറത്തേക്ക് വ്യാപിച്ചു വരുന്നു എന്നതിൻ്റെ സൂചനകളായി കോൺഗ്രസിന് അവതരിപ്പിക്കുവാൻ സാധിച്ചു. അങ്ങനെ RSS നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലും പൂരം കലക്കലിലും ആരോപണം നേരിട്ട് വിവാദത്തിലായ ADGP MR അജിത് കുമാർ വീണ്ടും സംസ്ഥാന പോലീസിൽ കരുത്തനാകുകയാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. വിവാദ നായകനാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും പിന്തുണയുള്ള MR അജിത് കുമാർ വീണ്ടും അധികാര കേന്ദ്രമാകുന്നു എന്നത് വാസ്തവം തന്നെ. ഇതിൻ്റെ ആദ്യപടിയായാണ് ബറ്റാലിയൻ ADGP ആയിരുന്ന MR അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചത്. ആ നിയമനത്തോടുകൂടി ആരോപണത്തിൻ്റെ പുക ഉയരുന്നു. സർക്കാർ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന പദവിയാണ് എക്സൈസ് കമ്മീഷണർ. ബ്രൂവറി പോലെയുള്ള സുപ്രധാന നിക്ഷേപ പദ്ധതികൾ പ്രവൃത്തിപഥത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വിശ്വസ്തനായ ഓഫീസർ എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തിരിക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്. എന്നാൽ എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് അല്ല, മറിച്ച് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്താണ് അജിത് കുമാറിന്റെ ലക്ഷ്യം. സംസ്ഥാന പോലീസ് മേധാവിയായ ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ് ജൂൺ 30 വിരമിക്കുകയാണ്. ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ ഇപ്പോൾ ADGP തസ്തികയിലുള്ള അജിത് കുമാർ DGP റാങ്കിലേക്ക് ഉയർത്തപ്പെടും. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അയച്ചു കൊടുത്ത കത്തിൽ MR അജിത് കുമാറിൻ്റെ പേരുമുണ്ട്. അത് ഈ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. കുറഞ്ഞത് 2 വർഷം സർവീസ് ഉണ്ടായിരിക്കണം എന്നതാണ് സംസ്ഥാന പോലീസ് മേധാവിയെ നിശ്ചയിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം. 2028 വരെ സർവീസ് ഉള്ള MR അജിത് കുമാറിന് ഇത് ആനുകൂല്യമാണ്. സംസ്ഥാനം അയച്ചു കൊടുക്കുന്ന 6 പേരുടെ പട്ടിക പരിശോധിച്ച് 3 പേരുടെ പട്ടിക തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുക. 3 പേരുടെ പട്ടികയിൽ നിന്ന് ആരെ വേണമെങ്കിലും സംസ്ഥാന സർക്കാരിന് നിയമിക്കാം. സർക്കാരിന് ഏറെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായതിനാൽ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയാകുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. CPI ഉൾപ്പെടെയുള്ള LDFിലെ ഘടകകക്ഷികളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയത്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് അജിത് കുമാറിനെ പരിഗണിക്കുന്നതിനോട് ഈ പാർട്ടികൾ എങ്ങനെ പ്രതികരിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. K പത്മകുമാർ വിരമിച്ച ഒഴിവിൽ DGP ആയ മനോജ് എബ്രഹാമിനെ ഫയർ ആൻഡ് റെസ്ക്യൂ മേധാവിയായി നിയമിച്ചിരുന്നു. എന്നാൽ പുതിയ അഴിച്ചുപണിയിൽ മനോജ് എബ്രഹാമിനെ അഗ്നിശമന സേനയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറായാണ് മനോജ് എബ്രഹാമിൻ്റെ പുതിയ നിയമനം. ജയിൽ മേധാവി സ്ഥാനത്ത് നിന്ന് ADGP ബൽറാം കുമാർ ഉപാധ്യായെ മാറ്റിയതും ശ്രദ്ധേയമായി. തൃശൂർ രാമവർമ്മപുരത്തെ പോലീസ് അക്കാദമി ഡയറക്ടർ സ്ഥാനത്തേക്കാണ് മാറ്റിയത്. സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ സംസ്ഥാനത്തെ പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി നടക്കാൻ പോവുകയാണ്. അവിടേക്ക് MR അജിത് കുമാർ തന്നെയാകും ഇടതുപക്ഷത്തിന്റെ പുതിയ കരു. അങ്ങനെ വന്നാൽ സർക്കാരിന് നിലനിൽക്കുവാൻ പോകുന്ന കാലയളവിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ പോലീസ് മേധാവിയായി തുടരുമ്പോൾ പലതും സർക്കാരിനും പിണറായിക്കും ഇടതുപക്ഷത്തിനും ചെയ്യാൻ സാധിക്കും.